നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാജ്യത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയായ മദ്രാസ് ഗവർണർക്ക് ഒരു ഗംഭീര വിരുന്ന് നടക്കുന്നു. വലിയൊരു രാജകീയ ഉദ്യാന വിരുന്ന് തന്നെയായിരുന്നു അത്. അതെ. സമൂഹത്തിലെ പ്രഗത്ഭരായ എല്ലാവർക്കും അവിടെ ക്ഷണമുണ്ട്. എന്നാൽ കഴിവുകൊണ്ടും അറിവുകൊണ്ടും അവിടെ ഇരിക്കാൻ ഏറ്റവും അർഹതയുള്ള ഒരാളെ ജനിച്ച സമുദായത്തിന്റെ പേര് പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കുകയാണ്. സാധാരണ ഒരാളാണെങ്കിൽ ആ നിമിഷം എന്തു ചെയ്യും? അതായത് ഒന്നുകിൽ തകർന്നു പോകും, അല്ലെങ്കിൽ നിശബ്ദനായി പിന്മാറും, അല്ലേ? തീർച്ചയായും. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. അദ്ദേഹം നേരെ വീട്ടിൽ പോയി ആ വിരുന്നിന്റെ പൊള്ളത്തരം കാണിച്ചൊരു കവിത എഴുതി. അതാണ് നമ്മൾ ഇന്നത്തെ ഈ അന്വേഷണത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ ജീവിതവും പോരാട്ടങ്ങളും. ശരിയാ. ഒരുപാട് വിവരങ്ങളുള്ള ഒരു വിഷയമാണിത്. അമേരിക്കയിൽ എബ്രഹാം ലിങ്കൺ അടിമത്തത്തിനെതിരെ പോരാടിയതുപോലെയാണ് കേരളത്തിൽ അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയത്. അതുകൊണ്ടാണ് ചരിത്രം അദ്ദേഹത്തെ കേരള ലിങ്കൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സമയത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിവരവും ചോർന്നു പോകാതെയാണ് നമ്മൾ ഈ വിഷയം വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. 1885 മെയ് 24-നാണ് അദ്ദേഹം ജനിക്കുന്നത്. പഴയ കൊച്ചിരാജ്യത്തെ എറണാകുളത്ത് ചേരാനല്ലൂരിലാണ് ജനനം. പാപ്പു, കൊച്ചുപെണ്ണ് എന്നിവരായിരുന്നു മാതാപിതാക്കൾ. അതെ. ഈ ചരിത്രപുരുഷന്റെ ബാല്യകാലനാമം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശങ്കരൻ എന്നായിരുന്നു കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നും അവർക്ക് പാർവതി എന്നൊരു മകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ വ്യക്തിജീവിതത്തിന്റെ ഒരു അടിസ്ഥാന പശ്ചാത്തലമാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അക്കാലത്ത് അടിസ്ഥാന വർഗത്തിന് അറിവ് നേടുക എന്നത് അചിന്ത്യമായ ഒരു കാര്യമായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ശങ്കരൻ എന്ന ഈ കുട്ടി ഇത്ര വലിയ പണ്ഡിതനായത്? അതൊരു വലിയ യാത്രയാണ്. ആഴിക്കൽ വേലുവൈദ്യനിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഔപചാരിക വിദ്യാഭ്യാസം തുടങ്ങുന്നത് എന്ന് രേഖകളിൽ കാണാം. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നു. കൊടുങ്ങല്ലൂർ കളരി. അക്കാലത്ത് കൊടുങ്ങല്ലൂർ എന്നത് ഇന്നത്തെ ഒരു ഐവി ലീഗ് യൂണിവേഴ്സിറ്റി പോലെ ആയിരുന്നില്ലേ? അതായത് അധികായന്മാർ മാത്രം ഒത്തുകൂടുന്ന ഒരു വലിയ ബൗദ്ധിക കേന്ദ്രം. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഉന്നത കുലജാതർ മാത്രം വിഹരിച്ചിരുന്ന ആ ഇടത്തേക്ക് ഒരു സാധാരണ വിദ്യാർത്ഥിയായിട്ടല്ല അദ്ദേഹം പോയത്. അറിവിനോടുള്ള അടങ്ങാത്ത ദാഹവുമായിട്ടാണ്. അവിടെ വെച്ചാണ് സാഹിത്യത്തിലും വ്യാകരണത്തിലുമൊക്കെ അദ്ദേഹത്തിന്റെ ബൗദ്ധികമായ അടിത്തറ രൂപപ്പെടുന്നത്. ഓഹോ. ഒരുപക്ഷേ ഈ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ട് മാത്രമായിരിക്കാം അദ്ദേഹം പിന്നീട് അധ്യാപന രംഗത്തേക്ക് തിരിഞ്ഞതല്ലേ? നിരവധി പ്രാദേശിക വിദ്യാലയങ്ങളിൽ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. വെറുമൊരു അധ്യാപകനായി അദ്ദേഹം ഒതുങ്ങിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് നമ്മൾ നോക്കണം. 1931 അദ്ദേഹം വെർണാക്കുലർ എഡ്യൂക്കേഷന്റെ സൂപ്രണ്ടായി നിയമിതനായി. അത് പ്രാദേശിക ഭാഷാ വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണ ചുമതലയുള്ള വലിയൊരു പോസ്റ്റാണല്ലോ. തീർച്ചയായും. പിന്നെ 1935 അദ്ദേഹം പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ചുമതലയേറ്റു. സവർണ മേധാവിത്വമുള്ള അക്കാലത്ത് അതൊരു വലിയ കാര്യമായിരുന്നു. അതുമാത്രമല്ല, മദ്രാസ് സർവകലാശാലയുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു എന്നത് ശരിക്കും അതിശയം തോന്നിപ്പിക്കുന്ന കാര്യമാണ്. എറണാകുളം മുനിസിപ്പൽ കൗൺസിൽ അംഗമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതെ. ഈ അധികാര സ്ഥാനങ്ങളിലേക്കുള്ള വളർച്ച വെറുമൊരു വ്യക്തിഗത നേട്ടമായിരുന്നില്ല. തനിക്ക് ലഭിച്ച അറിവും പദവികളും അദ്ദേഹം അലങ്കാരമായി കൊണ്ടു നടന്നില്ല. പകരം സാഹിത്യത്തെ അദ്ദേഹം മൂർച്ചയുള്ള ഒരു സാമൂഹിക ആയുധമാക്കി മാറ്റി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വിരുന്നിന്റെ കഥ അവിടെയാണല്ലോ പ്രസക്തമാകുന്നത്. അപമാനിതനായി പുറത്താക്കപ്പെട്ടതിന്റെ വേദനയിൽ അദ്ദേഹം എഴുതിയ കൃതിയാണ് ഉദ്യാനവിരുന്ന്. ഒരു എക്സ്ക്ലൂസീവ് ക്ലബിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ ആ ക്ലബിന്റെ പൊള്ളത്തരം കാണിച്ച് ഒരു ബെസ്റ്റ്സെല്ലർ എഴുതുന്നതുപോലെയാണത്. വ്യവസ്ഥിതിയുടെ മുഖത്തേറ്റ ശക്തമായൊരടിയായിരുന്നു ആ കൃതി. ശരിയാ. ഇതിന് സമാനമായ മറ്റൊരു തന്ത്രം അദ്ദേഹം ജാതിക്കുമ്മി എന്ന കൃതിയിലും പ്രയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് അദ്ദേഹം തത്വചിന്തകൾക്ക് പകരം കുമ്മി പോലൊരു നാടൻ കലാരൂപത്തെ ആശയപ്രചാരണത്തിന് തിരഞ്ഞെടുത്തത്? അവിടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന കമ്മ്യൂണിക്കേറ്ററുടെ ബ്രില്യൻസ്. സാധാരണക്കാർക്ക് അക്ഷരാഭ്യാസം കുറവായിരുന്നല്ലോ. അപ്പോൾ സ്ത്രീകൾ കൈകൊട്ടിപ്പാടുന്ന കുമ്മിപ്പാട്ടിലൂടെ ജാതിവിരുദ്ധ ആശയങ്ങൾ പറഞ്ഞാൽ അത് വേഗത്തിൽ ആളുകളിലേക്ക് എത്തും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് വളരെ കൃത്യമായൊരു ആശയവിനിമയ തന്ത്രമാണ്. വായ്മൊഴിയായി അതൊരു കാട്ടുതീ പോലെ നാടെങ്ങും പടർന്നു. ഇനി അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന രചനകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാമല്ലേ? തീർച്ചയായും.
ചട്ടമ്പിസ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് അദ്ദേഹം എഴുതിയതാണ് സമാധി സപ്തകം. പിന്നെ 1919 കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് രചിച്ച ബാലാകലേശം. രാജാവിനെ പ്രകീർത്തിക്കുമ്പോഴും തന്റെ സമുദായത്തിന്റെ സങ്കടങ്ങൾ രാജാവിനെ അറിയിക്കാൻ അദ്ദേഹം അതിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതുകൂടാതെ സ്തോത്രമന്ദാരം, ലളിതോപഹാരം എന്നീ കൃതികളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. അതെ, ഈ സാഹിത്യ സംഭാവനകൾക്ക് വലിയ അംഗീകാരവും അന്ന് ലഭിച്ചിരുന്നു. എറണാകുളത്ത് സെന്റ് തെരേസാസ് കോളേജിന് സമീപമുള്ള അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് തന്നെ സാഹിത്യ കുടീരം എന്നാണ്. അത് അദ്ദേഹത്തിന്റെ സാഹിത്യപ്രേമം കാണിക്കുന്നുണ്ട്. വ്യവസ്ഥിതിയെ ഇത്രത്തോളം വിമർശിച്ചിട്ടും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാൻ ഭരണാധികാരികൾ തയ്യാറായി എന്നത് വലിയൊരു കാര്യമാണ്. കൊച്ചി രാജാവ് അദ്ദേഹത്തിന് നൽകിയ ബഹുമതിയാണല്ലോ കവിതിലകൻ. ഒപ്പം തന്നെ അക്കാലത്തെ സാഹിത്യ സാമ്രാട്ടായിരുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അദ്ദേഹത്തിന് നൽകിയ ബഹുമതിയാണ് വിദ്വാൻ എന്നത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങളാണിത്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒരു ട്രോജൻ കുതിരയോട് ഉപമിക്കാനാണ് തോന്നുന്നത്. അതായത്, വെളിയിൽ നിന്ന് പോരാടുന്നതിന് പകരം അദ്ദേഹം സിസ്റ്റത്തിനകത്ത് കയറി മാറ്റങ്ങൾ വരുത്തി. കൃത്യമായ നിരീക്ഷണമാണ്. സാഹിത്യം കൊണ്ട് മാത്രം മാറ്റം വരില്ല, നിയമങ്ങളും നയങ്ങളും മാറണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 1925 അദ്ദേഹത്തെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശനം ചെയ്തു. അതോടെ നിയമനിർമ്മാണത്തിൽ അദ്ദേഹത്തിന് നേരിട്ടിടപെടാൻ പറ്റി. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടല്ലേ അധസ്ഥിതരുടെ ക്ഷേമത്തിനായി കൊച്ചിൻ ഗവൺമെന്റ് ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ടാക്കിയത്. ശരിയാണ്. ആ പുതിയ വകുപ്പിന്റെ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായിട്ടാണ് അദ്ദേഹം നിയമിതനായത്. അവിടെ ഇരുന്ന് അദ്ദേഹം വളരെ തന്ത്രപ്രധാനമായ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. സാമ്പത്തിക ഉന്നമനത്തിനും പുറമെ സാംസ്കാരിക മാറ്റത്തിനും അദ്ദേഹം ശ്രമിച്ചിരുന്നുവല്ലേ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറ്റിയെടുക്കാൻ അദ്ദേഹം രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. അതുമാത്രമല്ല, പരമ്പരാഗതമായി മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ചിരുന്നവരുടെ ഉന്നമനത്തിനായി അദ്ദേഹം ഫിഷറീസ് സ്കൂളുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. വിദ്യാഭ്യാസത്തെ നൈപുണ്യ വികസനവുമായി ബന്ധിപ്പിക്കുന്ന വലിയൊരു കാഴ്ചപ്പാടായിരുന്നു അത്. നിയമങ്ങൾ കൊണ്ടുവന്നു, സാഹിത്യത്തിലൂടെ ചിന്തകളെ ഉണർത്തി. പക്ഷെ ഇതൊക്കെ താഴെത്തട്ടിലെത്തണമെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിക്കണമല്ലോ. ആ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസിംഗ് സ്കില്ല് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതെ, യാത്രാ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ആ കാലത്ത് അദ്ദേഹം ഗ്രാമങ്ങൾ തോറും പ്രാദേശിക സഭകൾ രൂപീകരിച്ചു. രേഖകൾ പരിശോധിച്ചാൽ ആ സഭകളുടെ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കും. ആ സഭകളുടെ പേരുകൾ പരീക്ഷാ പോയിന്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തേവരയിലെ ബാലസമുദായ പരിഷ്കാരിണി സഭ, പിന്നെ കൊടുങ്ങല്ലൂരിലെ അനാപപ്പുഴയിൽ കല്യാണദായിനി സഭ, അതുപോലെ വൈപ്പിനിൽ ബാലസേവാ സമിതി, ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയം സഭ, കുമ്പളത്ത് സന്മാർഗ പ്രദീപ സഭ, പറയൂരിൽ സമുദായ സേവിനി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം സമിതികൾ രൂപീകരിച്ചു. ഇത്രയധികം സഭകൾ, ഒരു സമാന്തര സിവിക് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം. പലയിടത്തായി ചിതറിക്കിടക്കുന്ന ഈ ചെറു സംഘടനകളെ അദ്ദേഹം എങ്ങനെയാണ് ഏകോപിപ്പിച്ചത്? അവിടെയാണ് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് നമ്മൾ വീണ്ടും കാണുന്നത്. ഈ പ്രാദേശിക സഭകളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് എറണാകുളത്ത് അരയ വംശോദ്ധാരിണി മഹാസഭ എന്ന പേരിൽ ഒരു കേന്ദ്ര സംഘടന അദ്ദേഹം രൂപീകരിച്ചു. ഓഹോ, അപ്പോൾ പലതായി കിടന്നതിനെ ഒന്നാക്കി മാറ്റി. തന്റെ സമുദായത്തിന്റെ മാത്രമല്ല, മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ സംഘടിപ്പിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം അതിനൊരു ഉദാഹരണമല്ലേ? അതെ, ആ മഹാസഭയുടെ രൂപീകരണത്തിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയതും അതിന്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചതും പണ്ഡിറ്റ് കറുപ്പനായിരുന്നു. 1913 മെയ് 25-നാണ് കൊച്ചി പുലയ മഹാസഭ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ വച്ചായിരുന്നു ഈ ചരിത്രമുഹൂർത്തം നടന്നത്. ഇതിൽ അധ്യക്ഷത വഹിച്ചത് അന്നത്തെ പ്രമുഖ എഴുത്തുകാരനായ ടി.കെ. കൃഷ്ണമേനോനായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. സവർണ വിഭാഗത്തിൽ നിന്നുള്ള പ്രഗത്ഭരെക്കൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ മഹാസഭയുടെ പ്രസിഡന്റായി കൃഷ്ണനാദി ആശാനും സെക്രട്ടറിയായി പി.സി. ചാഞ്ചനും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പി.സി. ചാഞ്ചൻ പിന്നീട് 1926-ൽ കൊച്ചി നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നത് വലിയൊരു ഭരണപരമായ വിജയമാണ്. ഈ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വളരെ വ്യക്തമായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. പുലയരുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക ഉന്നമനം, പിന്നെ അനാചാര നിർമ്മാർജ്ജനം. ഇതൊക്കെ കറുപ്പന്റെ സ്വന്തം പ്രവർത്തന ശൈലിയുടെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു.
ശരിക്കും ഒരു കവിയായി തുടങ്ങി പിന്നീട് ഭരണകർത്താവായി ഒടുവിൽ ജനകീയ പ്രസ്ഥാനത്തിന്റെ ശില്പിയായി മാറിയ വലിയൊരു ജീവിതയാത്രയായിരുന്നു അത്. എന്നാൽ ഈ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിക്കുകയായിരുന്നല്ലോ. അതെ, പ്ലൂറസി എന്ന അസുഖം ബാധിച്ച് 1938 മാർച്ച് 23-ന് പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചു. എന്നാൽ അദ്ദേഹം കൊളുത്തിവച്ച മാറ്റത്തിന്റെ വെളിച്ചം ഇന്നും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഏർപ്പെടുത്തിയ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം 2013 ലഭിച്ചത് പ്രശസ്ത കവയിത്രി സുഗതകുമാരിക്കാണ് എന്നത് ചരിത്രത്തിന്റെ മനോഹരമായൊരു കാവ്യനീതിയാണ്. ഈ വസ്തുതകളെല്ലാം കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഉറപ്പു നൽകുന്നു. അതെ, സമാപനത്തിൽ നിങ്ങളോടൊരു ചോദ്യം ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും എഴുത്തുകാരെയും ഭരണാധികാരികളെയും സാമൂഹിക പ്രവർത്തകരെയും വെവ്വേറെ കള്ളികളിലാണല്ലോ കാണുന്നത്. ശരിയാ. പണ്ഡിറ്റ് കറുപ്പൻ ഇതെല്ലാം ഒത്തുചേർന്ന ഒരാളായിരുന്നു. സങ്കീർണമായ ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളെ നേരിടാൻ ഇത്തരത്തിൽ പല മേഖലകളിൽ പ്രാവീണ്യമുള്ള ഒരു നേതൃത്വം എത്രത്തോളം അനിവാര്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു ചിന്തയോടെ സ്രോതസ്സുകളിലൂടെയുള്ള ഇന്നത്തെ ഈ അന്വേഷണം ഇവിടെ പൂർണ്ണമാകുന്നു.